सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। यं प्रव्रजन्तमनुपेतमपेतकृत्यं द्वैपायनो विरहकातर आजुहाव पुत्रेति तन्मयतया तरवोऽभिनेतु तं सर्वभूतहृदयं मुनिम् आनतोऽस्मि। ഹരി ഓം. സമന്തപഞ്ചകം എന്നത് ഒരു തീർത്ഥസ്ഥാനമാണ്. ബ്രാഹ്മണ വിരോധികളായിട്ടുള്ള ധർമാചരണ വിഷയത്തിൽ വ്യതിചലിച്ചിട്ടുള്ള ക്ഷത്രിയരെ കൊന്നൊടുക്കുന്നതിന് അവതാരമെടുത്ത സാക്ഷാൽ പരശുരാമസ്വാമികൾ അവരുടെ രക്തം കൊണ്ട്, ക്ഷത്രിയ രക്തം കൊണ്ടാണ് സമന്തപഞ്ചക തീർത്ഥം സജ്ജമാക്കിയത്. കുരുക്ഷേത്ര സമീപത്തുള്ള ഈ സ്നാനതീർത്ഥത്തിന് സമീപം പരശുരാമ സ്വാമികൾ ജനങ്ങൾക്ക് മാർഗദർശനം നൽകണം എന്നുള്ളതുകൊണ്ട് മാത്രം അവതാര പുരുഷനെ സംബന്ധിച്ചിടത്തോളം പാപബാധ ഉണ്ടാവില്ലെങ്കിലും ചെയ്തിട്ടുള്ള ഹിംസാകർമ്മത്തിന് പരിഹാരം എന്നുള്ള നിലയിൽ ഗംഭീരമായിട്ടുള്ള യാഗത്തെയൊക്കെ ചെയ്തു. അതുകൊണ്ട് അത്യധികം പവിത്രമായ ഈ സമന്തപഞ്ചകം തീർത്ഥസ്ഥാനത്തിലേക്ക് ദേശത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും രാജാക്കന്മാരും ഋഷീശ്വരന്മാരും ഒക്കെ വന്നു ചേർന്ന ഒരു കഥയാണ് ഇവിടെ ചിന്തനീയമായിട്ടുള്ളത്. അധൈകതാദ്വാരവത്യം വസതോ രാമകൃഷ്ണയോഹോ സൂര്യോപരാഗസുമഹാൻ ആസീത് കൽപക്ഷയേ യഥാ എന്നാണ് കഥ ഭാഗവതത്തിൽ ആരംഭിക്കുന്നത്. ഒരിക്കലൊരു സൂര്യഗ്രഹണമുണ്ടായി എന്നാണ്. ഈ സൂര്യഗ്രഹണത്തിന്റെ പ്രത്യേകത കൽപക്ഷയ സമയത്ത് എപ്രകാരമാണോ മഹാപ്രളയം വരുന്നത് അതുപോലെ ഉള്ള ഒരു സൂര്യോദയം, സൂര്യഗ്രഹണം. ഇതിനെക്കുറിച്ച് ജ്യോതിഷികൾ വളരെ നേരത്തെ വിവരമറിഞ്ഞു. ആ സമയത്ത്
സ്ഥാനങ്ങളിൽ ചെന്ന് സ്നാനവും മറ്റ് ആചാരാനുഷ്ഠാനങ്ങളുമൊക്കെ ചെയ്യുന്നത് നന്ന്. ഇപ്പൊ കൽപ്പകാലം അടുത്തതുപോലെ ഉള്ള ഒരു സൂര്യഗ്രഹണം, ഇത് പ്രമാണിച്ച് തജ്ഞാത്വാ മനുജാരാജൻ പുരസ്താദേവ സർവതഃ സമന്ത പഞ്ചകം ക്ഷേത്രം യയുശ്രേയോ വിധിത്സയാ. ശ്രേയസ് ലക്ഷ്യമാക്കിക്കൊണ്ട് ഇവരൊക്കെ ഈ തീർത്ഥസ്ഥാനത്തിലേക്ക് ചെന്നു. ഇവിടെ ഭഗവാനും അതുപോലെ തന്നെ വൃഷ്ണി വംശജരും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. യാദവരും അവിടേക്ക് വന്നു. സ്നാനം, ദാനം, ഉപവാസം, അന്നദാനം ഇത്യാദി കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നിർവഹിച്ചു. എല്ലാവരുടെയും പ്രാർത്ഥന കൃഷ്ണേന ഭക്തിരസ്തി ഇതി, കൃഷ്ണേ നഹ ഭക്തി അസ്തു. ഇതായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥന. ഞങ്ങൾക്ക് കൃഷ്ണനിൽ പരമമായ ഭക്തി ഉണ്ടാവട്ടെ. അതിനുശേഷം കഥ പുരോഗമിക്കുമ്പോൾ ബന്ധു സമാഗമത്തിൻ്റെതായ സന്തോഷവും ആഘോഷവും അതുപോലെ തന്നെ ഇന്ന് ബന്ധുസമാഗമങ്ങളിലില്ലാത്ത ചില പ്രത്യേകതകളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇത് എങ്ങനെ വേണം സമാഗമങ്ങൾ എന്നുള്ള വിഷയത്തിൽ മാർഗദർശനം നൽകുന്നു. ആ നിലയിലും ചിന്തനീയമാണ്. പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മാത്സ്യനും ഉശീനരനും കൗസല്യനും വിദർഭകനും അതുപോലെ തന്നെ കുരുജനങ്ങളും കാംബോജന്മാരും കേകയന്മാരും അതുപോലെ മാദ്രാധീശ്വരനും ആനർത്തകന്മാരും കുന്തിഭോജന്മാരും കേരളീയരും ഒക്കെ അവിടെ എത്തിച്ചേർന്നു. ഇവരൊക്കെ അനുഷ്ഠാനാദികളെ കഴിഞ്ഞ ശേഷം വൃക്ഷഛായകളിൽ അവിടെയുള്ള വൃക്ഷത്തണലുകളിലൊക്കെ കൂട്ടം കൂടി നിന്നു. ഈ സമയത്ത് നന്ദഗോപരും അതുപോലെ തന്നെ ഗോപവൃന്ദവും എത്തിച്ചേർന്നിട്ടുണ്ട്. അന്യോന്യം ദർശിച്ച് സന്തോഷങ്ങളെ പ്രകാശിപ്പിച്ച് അന്യോന്യ സന്ദർശന ഹർഷരംഭസ പ്രോഫുല്ല ഹൃദ്വക്ത്ര സരോരുഹശ്രിയ ആശ്ലിഷ്യ ഗാഠം നയനൈ സ്രവജ്ജല ഹൃഷ്യത്വജോ രുദ്ധഗിരോ യയുർമുദം. പരസ്പരം വളരെ കാലം കഴിഞ്ഞ് കണ്ടുമുട്ടിയതുകൊണ്ട് ഇവർക്ക് സന്തോഷമുണ്ടായി. അവരുടെ ഹൃദയം വികസിതമായത് മുഖത്തും ഭംഗിയായി പ്രകാശിച്ചു. അതുപോലെ ആനന്ദാശ്രുക്കളുണ്ടായി. പലർക്കും സംസാരിക്കാനേ വയ്യാതായി. ഗദ്ഗതം കൊണ്ട് പലർക്കും സംസാരിക്കാനും സാധിക്കാതായി. ഇങ്ങനെ ഹർഷബാഷ്പവും രോമാഞ്ചവും നിരുദ്ധഖണ്ഡത്വവും ഒക്കെ ആയിട്ട് അവര് സന്തോഷത്തെ പ്രകാശിപ്പിച്ചു. തികഞ്ഞ സാത്വിക ഭാവമാണ് പ്രകാശിതമായത് എന്നും ചൂണ്ടിക്കാണിക്കുന്നു. ഈ സമയത്ത് കുന്തിദേവി വസുദേവരുടെ അടുത്ത് ചെന്നിട്ട്, ഞങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായപ്പോഴൊന്നും അങ്ങ് ഞങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല. അത് ഞങ്ങളുടെ ഒരു കർമ്മദോഷം എന്നേ വിചാരിക്കാൻ വയ്ക്കൂ. അങ്ങേപോലുള്ള മഹജ്ജനങ്ങളുടെ കൃപയ്ക്ക് പാത്രമാവണമെങ്കിൽ കർമ്മശുദ്ധി വേണം. അതില്ലാന്നേ വിചാരിക്കുന്നുള്ളൂ. ഞാൻ വേണ്ടത്ര സുഹൃതം ചെയ്തിട്ടില്ല എന്നിങ്ങനെ കുന്തിദേവി പരാതി പറഞ്ഞ സമയത്ത് വസുദേവര് പറഞ്ഞു, ദൈവക്രീഡനകാന്നരാൻ, നമ്മളൊക്കെ പരമേശ്വരന്റെ കൈകളിലെ കേവലം കളിക്കൂപ്പുകൾ പോലെയാണ്. ഭഗവാൻ എന്താ നിശ്ചയിക്കുന്നത് അതുപോലെ കാര്യങ്ങൾ നടക്കുള്ളൂ.
ഈശസ്യ വശേ ലോക കുരുതേ കാര്യതേ അഥവാ. ഭഗവാൻ ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ ഭഗവാന്റെ നിയന്ത്രണത്താൽ കാര്യങ്ങളൊക്കെ നിർവഹിതമാകുന്നു. എനിക്ക് കംസനെ ചൊല്ലിയുള്ള ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെയൊക്കെ തിരക്കിൽ തിരിഞ്ഞു നോക്കാൻ സാധിച്ചില്ല, അത്രയേ ഉള്ളൂ. ഏതായാലും കംസാധിപത്യമൊക്കെ കഴിഞ്ഞു, സ്വസ്ഥരായി വരണേ ഉള്ളൂ എന്ന് കുന്തിയെ അറിയിച്ചു. ഇതേ കുന്തിദേവി തന്നെ പിന്നീട് ഒരു ഘട്ടത്തിൽ ഭഗവാൻ കാണിച്ച കാരുണ്യത്തെ എണ്ണി എണ്ണി പറയുന്നതും നമുക്ക് പരിചിതമാണ്. ഈ സമയത്ത് ഏറെ വിഷമിച്ചുവെങ്കിലും ഭഗവാൻ സ്വന്തം മാതാപിതാക്കളോട് കാണിച്ചതിനേക്കാൾ ശ്രദ്ധാവാത്സല്യം കുന്തിയോടും കുന്തിയുടെ മക്കളോടും കാണിച്ചിട്ടുണ്ട് എന്ന് പിന്നീട് പറയണമുണ്ട്. ഭീഷ്മരും ദ്രോണരും ധൃതരാഷ്ട്രരും ഗാന്ധാരിയും അതുപോലെ തന്നെ ദുര്യോധനൻ തുടങ്ങിയ ധൃതരാഷ്ട്രയുടെ പുത്രന്മാരും പാണ്ഡവരും വിതുരരും കൃപരും കുന്തിഭോജനും വിരാടനും കാശിരാജാവും കേകയനും തുടങ്ങിയിട്ടുള്ള രാജാക്കന്മാരൊക്കെ യുധിഷ്ഠിരനോടുകൂടി വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിച്ച് അത്യധികം വിസ്മയത്തോടെ ആരാധിച്ചു. ശ്രീകൃഷ്ണ ആശ്രയത്വത്തിന് കീഴിൽ വളരുന്ന വൃഷ്ണി വംശജരെ ഇവരെല്ലാവരും പുകഴ്ത്തി. എന്താ കാരണം? യത് പശ്യഥ അസകൃത് കൃഷ്ണം ദുർദർശമപി യോഗിനം. യോഗിജനങ്ങൾക്ക് പോലും ദുർദർശനായിട്ടുള്ള, വളരെ പ്രയാസപ്പെട്ടാൽ മാത്രമേ ഭഗവത് ദർശനം യോഗികൾക്ക് പോലും സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ഭഗവാനെ നിത്യനിരന്തരം കണ്ടുകൊണ്ടിരിക്കാൻ ഭാഗ്യം ചെയ്തവരാണല്ലോ ഇവര് എന്നാണ് സ്തുതിച്ചത്. യദ്വിശ്രുതിശ്രുതിനുതേത് അമലം പുനാദി പാദാവനേ ജനപയ വചശ്ച ശാസ്ത്രം ഭൂഹു കാലഭർജിത ഭഗോപി യദംഘ്രിപത്മ സ്പർശോത്ഥശക്തിഭിരവി വർഷതി നോഖിലധർമാൻ. ഏതൊരു ഭഗവാന്റെ വാക്കുകൾ, ഏതൊരു ഭഗവാന്റെ വൈഭവത്തെ വേദങ്ങൾ സ്തുതിക്കുന്നുവോ, ഏതൊരു ഭഗവാന്റെ വാക്കുകൾ തന്നെയാണോ ശാസ്ത്രം, ഏതൊരു ഭഗവാന്റെ പാദം കഴുകിയ ജലം ഗംഗയായി ഒഴുകി ഭുവനത്രയങ്ങളെ പരിശുദ്ധമാക്കുന്നുവോ, ആ ഭഗവാൻ ഭൂമിയുടെ കാലം കൊണ്ട് വന്ന ദോഷത്തെ പരിഹരിച്ചു. എന്നിട്ടോ നഹ അഖിലധർമാൻ വർഷതി. ഏവർക്കും വേണ്ടുന്ന എല്ലാ വിഭവങ്ങളെയും ഭൂമി ഭഗവത് പാദസ്പർശ അനുഗ്രഹം കൊണ്ട് വേണ്ടത്ര വർഷിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെയുള്ള ഭഗവാനെ നിരന്തരം കാണുന്നതിനും സ്പർശിക്കുന്നതിനും ഒപ്പം സഞ്ചരിക്കുന്നതിനും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനും ആ ഭഗവാനോടൊപ്പം, അതുപോലെ തന്നെ കിടക്കുന്നതിനും വിവാഹബന്ധം പുലർത്തുന്നതിനുമൊക്കെ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലേ? ഭോഗ അപവർഗ സ്വാമിയാണ് ഭഗവാൻ. പ്രാപിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഭൗതിക നേട്ടങ്ങളും ഭഗവാൻ ചൊരിഞ്ഞ് അനുഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നവർക്ക് അപവർഗത്തെ, സർവ സ്വതന്ത്രാവസ്ഥയെ, മോക്ഷത്തെയും ഈ ഭഗവാൻ പ്രദാനം ചെയ്യും. അങ്ങനെയുള്ള ഭഗവാനെ കാണാൻ നിങ്ങൾക്ക് സാധിക്കണമല്ലോ എന്നും സ്തുതിച്ചു. ഇതിനുശേഷം നന്ദഗോപര്, യശോദ ഇവര് രാമകൃഷ്ണന്മാരെയും വസുദേവരെയും ഒക്കെ കാണാൻ വേണ്ടി ആ ഭാഗത്തേക്ക് ചെന്നു. യശോദാദേവി ഈ രാമകൃഷ്ണന്മാരെ വളരെ പ്രേമപൂർവം സ്വീകരിച്ച് ആശ്ലേഷിച്ച് മടിയിലിരുത്തി കുശലപ്രശ്നങ്ങളെയൊക്കെ ചെയ്തു. എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അന്ന് അക്രൂരൻ വിളിച്ചു കൊണ്ടുപോയതാണ് കുട്ടികളെ. നന്ദഗോപര്
മധുര വരെ അനുഗമിച്ചു. പിന്നെ എല്ലാവരും തിരിച്ചു പോയതാ. പിന്നെ ഇന്നാ കാണുന്നത്. എത്ര വർഷങ്ങളായിരിക്കണു. പഴയ കഥകളൊക്കെ ഇവര് പരസ്പരം കൈമാറി കംസന്റെ ദ്രോഹങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു തുടങ്ങിയപ്പോഴേക്കും ഈ പറഞ്ഞതുപോലെ ഗദ്ഗദ കണ്ഠരായി, സംസാരിക്കാൻ വയ്യാതെയായി. ദേവകി യശോദയോട് പറഞ്ഞു, ഹേ വ്രജറാണി, ചെയ്തിട്ടുള്ള ഉപകാരങ്ങളൊക്കെ ആലോചിച്ചാൽ സ്വന്തം കുട്ടികളെ പോലെ ഇവരെ കരുതി വളർത്തി സജ്ജരാക്കി വിട്ടില്ലേ, എല്ലാ രക്ഷയും ചെയ്തില്ലേ, ഇതിനൊക്കെ പകരം ഒരു ഉപകാരം ചെയ്യാൻ ആർക്കും സാധിക്കില്ല എന്നിങ്ങനെ ദേവകി യശോദയെയും മറ്റുള്ളവരെയൊക്കെ അഭിനന്ദിച്ചു. ഈ സമയത്ത് ഗോപികമാര് അവിടേക്ക് എത്തിച്ചേർന്നു. അവരും ഈ പറഞ്ഞതുപോലെ രാസലീലയൊക്കെ കഴിഞ്ഞ് ആനന്ദമഗ്നരായിട്ടിരിക്കുകയാണ്. ഭഗവത് വിയോഗം അവർക്ക് ശരിക്കും മനസ്സിലായി. അക്രൂരൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണൻ വരില്ല. തടയാനൊക്കെ ആദ്യം ആലോചിച്ചു. പക്ഷെ അങ്ങനെ ഒരു മാർഗതടസ്സം സൃഷ്ടിക്കണ്ട എന്ന് സ്വയം വിരമിച്ചു. അതിനുശേഷം പോകുമ്പോൾ ഭഗവാൻ തിരിഞ്ഞു നോക്കില്ലേ എന്ന് ആശങ്കപ്പെട്ടിരുന്നു. ആ ഘട്ടത്തിലാണ് തിരിഞ്ഞു നോക്കി ഞാൻ വരും എന്ന് വാക്കുകൊടുത്തത്. പക്ഷേ തിരിച്ചു വന്നിട്ടില്ല ഒരിക്കൽ പോലും. പകരം ഉദ്ധവരെ അയച്ചു. ബലരാമസ്വാമികൾ ഒരു പ്രാവശ്യം വന്നുപോയി. ഈ ഗോപികമാര് കൃഷ്ണാസക്ത ചിത്തരായി, കൃഷ്ണനിൽ അർപ്പിത ചേതസ്സുകളായി, പ്രാണങ്ങളെ ധരിച്ചു നിന്നില്ലേയും ചോദിക്കുക. അവര് ഭഗവാനെ കാണാൻ വന്ന സമയത്ത് ഗോപ്യശ്ച കൃഷ്ണമുപലഭ്യ ചിരാദഭീഷ്ടം യത്പ്രേക്ഷണ ദൃശിഷു പക്ഷമകൃതം ശപന്തി ദൃഗ്ഭിർഹൃതീകൃതമലം പരിരഭ്യ സർവാഹ തദ്ഭാവമാപുരപി നിത്യയുജാം ദുരാപം. ഗോപികമാര് ഭഗവാൻ കൃഷ്ണനെ നയനങ്ങളെ കൊണ്ടിങ്ങനെ പാനം ചെയ്യണം. ആ സമയത്ത് ഇമകളടയുന്ന വിഷയത്തിൽ അവർക്ക് വലിയ സങ്കടമുണ്ടായി. അവര് കണ്ണിന് കൺപോളകളെ സൃഷ്ടിച്ച സാക്ഷാൽ സ്രഷ്ടാവിനെ, ബ്രഹ്മാവിനെ ശപിച്ചു എന്ന് പറയുക. എന്താ കാരണം? അത് അടയണ സമയത്ത് ഭഗവാനെ കാണാൻ പറ്റുന്നില്ലല്ലോ, എന്തിനെ ഇങ്ങനെ ഒന്ന് പടച്ചു വിട്ടു എന്ന് ശപിച്ചു. ഇങ്ങനെയുള്ള പരമഭക്തി കൊണ്ട് യോഗീശ്വരന്മാർക്ക് പോലും അപ്രാപ്യമായ ഭഗവാനെ ഇവര് നന്നായി പാനം ചെയ്തു. കണ്ണുകളിലൂടെ ഈ ഭഗവാനെ ആസ്വദിച്ചു. അങ്ങനെ ഭഗവാനുമായി അത്യന്തം താതാത്മ്യത്തെ പ്രാപിച്ചു എന്നാണ് ശുകബ്രഹ്മർഷി പറയുന്നത്. ഭഗവാനാകട്ടെ അവരുടെ അന്തർഗതം മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരിൽ നിന്നൊക്കെ അകന്ന് ഗോപികമാരുമായിട്ട് മാത്രം സംസാരിക്കാൻ, അങ്ങനെ അവരെ അനുഗ്രഹിക്കാൻ തയ്യാറായി. അങ്ങനെ ആളൊഴിഞ്ഞ ഒരു ഭാഗത്തേക്ക് എല്ലാവരും കൂടി പോയി. എന്നിട്ട് ഭഗവാൻ അവരെയൊക്കെ ആലിംഗനം ചെയ്തു. കുശല പ്രശ്നമൊക്കെ ചെയ്ത ശേഷം പ്രഹസന്നിതം അബ്രവീത്. തത്വ ഉപദേശത്തിന് എപ്പോഴും പശ്ചാത്തലമായിട്ടുള്ള ഭഗവാന്റെ ആ പ്രസന്ന ഭാവത്തെ പുറത്തെടുത്തു. പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഞാൻ സ്വജനങ്ങളുടെ സങ്കടം തീർക്കാനുള്ള തിരക്കിൽ പെട്ടുപോയി, ശത്രുക്കളെയൊക്കെ ഹനിക്കുന്ന പരിഭ്രമത്തിലായിപ്പോയി. അതുകൊണ്ടൊക്കെ നിങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല. എങ്കിലും എന്നെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ. ഞാൻ കാണിച്ചത് ഒരു ഉപകാരസ്മരണയില്ലായി എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവില്ലല്ലോ എന്നിങ്ങനെയൊക്കെ ഭഗവാൻ ഇവരെ സ്പർശിക്കുമാറ് സംസാരിച്ചു. നൂനം ഭൂതാനി ഭഗവാൻ യുനക്തി വിയുനക്തി ച. ഭഗവാനാണ് ആളുകളെയൊക്കെ ചേർക്കുകയും വിടർത്തുകയും ഒക്കെ ചെയ്യുന്നത്.
അതിലൊന്നും നമുക്ക് വലിയ സ്വാതന്ത്ര്യമൊന്നുമില്ല ഗോപികമാരെ എന്നാണ് ഭഗവാൻ ധ്വനിപ്പിച്ചത്. സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനാണ് പറയണത്. പക്ഷേ ചൂണ്ടിക്കാണിക്കുന്നതോ പരമേശ്വരനാണ് ആളുകളെ തമ്മിൽ ചേർക്കുന്നതും അതുപോലെ വിടർത്തുന്നതും. അതിൽ നമുക്കൊന്നും വലിയ സ്വാതന്ത്ര്യമില്ലല്ലോ. അതുകൊണ്ടാണ് തമ്മി കാണാൻ പറ്റാതിരുന്നത്. വായു എപ്രകാരമാണോ മേഘങ്ങളെ അവിടുന്ന് ഇവിടുന്നൊക്കെ അടിച്ചുകൂട്ടുക, അതിനുശേഷം എല്ലാറ്റിനെയും ചിതറിപ്പിക്കുക, അല്ലെങ്കിൽ കരിയിലകളെ, പൊടിപടലങ്ങളെ, വൈക്കോലിനെ ഒക്കെ കാറ്റെപ്രകാരമാണോ ചേർക്കുകയും അതുപോലെ തന്നെ ചിതറിക്കുകയും ചെയ്യുന്നത്, ഇതുപോലെയാണ് പരമേശ്വരൻ. നമ്മയൊക്കെ ചിലപ്പോൾ കൂട്ടിയോജിപ്പിക്കും, ചിലപ്പോൾ വിടർത്തിക്കളയും. ഏതായാലും മയി ഭക്തിഭൂതാനാം അമൃതത്വായ കൽപ്പതേ. നിങ്ങൾ ഒരു കാര്യം ധരിച്ചോളൂ, നിങ്ങൾക്ക് എന്നിൽ അപ്രതിഹതമായ പ്രേമപ്രവാഹം ഉണ്ടായിട്ടുണ്ട്. ജന്മസാഫല്യത്തിന് അത് ധാരാളം മതി. മയി ഭക്തി ഭൂതാനാം അമൃതത്വായ കൽപ്പതേ. എന്നിൽ നിങ്ങൾ പുലർത്തിയ ഭക്തി അത് മോക്ഷത്തിന് കാരണമാണ്. ഭൂതജാലങ്ങൾക്ക് ഇത് മോക്ഷകാരണമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട എന്ന് സൂചന. ദിഷ്ട്യായദാസീത് മത്സ്നേഹോ ഭവതീനാം മതാവന. നിങ്ങൾക്ക് അത്യധികം ഭാഗ്യം കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രേമവായ്പ് എന്നോട് തോന്നിയത്. തീർച്ചയായിട്ടും അത് എന്നെ പ്രാപിക്കുന്നതിന് നിങ്ങൾക്ക് സഹായകമാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എങ്ങനെയാണ് അത് സാധിക്കുന്നതാണെങ്കിലോ, ഈ പ്രേമ പാരവശ്യം കൊണ്ട് എങ്ങനെ ഭഗവത് പ്രാപ്തി ഉണ്ടാവുന്നാണെങ്കിലോ, അഹം ഹി സർവഭൂതാനാം ആദിരന്തോന്തരം ബഹി ഭൗതികാനാം യഥാ. പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള പദാർത്ഥജാലങ്ങളിലൊക്കെ അകത്തും പുറത്തും എപ്രകാരമാണോ പഞ്ചഭൂതങ്ങൾ, ഇതുപോലെ അഹം ഹി സർവഭൂതാനാം, ഞാൻ സകല ഭൂതജാലങ്ങളുടെയും ആദ്യന്തമാണ്, അകത്തും പുറത്തും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എന്നെ ആശ്രയിക്കുന്നവർ ഈ ഭൂതജാല പരിമിതികൾക്കൊക്കെ അപ്പുറത്തുള്ള കാരണസ്വരൂപനെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് സകലമാന ദേശകാല വസ്തു പരിമിതികളെയും അത് ലംഘിക്കാൻ സാധിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തുടർന്ന് ഭഗവാൻ താൻ സർവ ആധാരമാണ് എന്ന വസ്തുതയെ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ ഭഗവാൻ ഗോപികമാർക്ക് അധ്യാത്മ വിഷയകമായ ശിക്ഷണത്തെ നൽകി എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എങ്ങനെ ഭഗവാനെ മനസ്സിലാക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഭഗവത്ഗീതയിലും അർജുനന് ഭഗവാൻ സ്വന്തം വൈഭവത്തെ യഥാവിധി പലയിടങ്ങളിലായി പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഭഗവാൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വസ്തുത, കേവലം മനുഷ്യ ശരീരം ധരിച്ചവൻ എന്ന നിലയിൽ എന്നെ പരിഗണിക്കുന്നവരെന്റെ ഭൂതമഹേശ്വരമായ ഭാവത്തെ അറിയുന്നില്ല. അവരെന്നെ വന്ദിക്കുന്നതിന്റെ പേരിൽ ഫലത്തിൽ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. അവജാനന്തി മാം മൂഢാഹ മാനുഷീൻ തനുമാശ്രിതം പരംഭാവമജാനന്തഃ മമ ഭൂതമഹേശ്വരം. ഇത് വലിയ വീഴ്ചയാണ് എന്ന് പറയാം. ഭഗവത് ആരാധനാ വിഷയത്തിൽ വിഗ്രഹ സൗകര്യം ഉപയോഗിക്കുന്നത് അന്യായമല്ല. പക്ഷേ വിഗ്രഹമാണ് ഭഗവാൻ എന്ന് വാശി പിടിക്കുന്നത് നോട്ടക്കുറവാണ്. അങ്ങനെ കേവലം വിഗ്രഹത്തിൽ മാത്രം ഭഗവാനെ പരിഗണിച്ച് ആരാധിക്കുക, ഭഗവത് ഭക്തന്മാരിലും അതുപോലെ തന്നെ ഭഗവത് വിരോധികളിലുമൊക്കെ അങ്ങേയറ്റത്തെ അവജ്ഞ പുലർത്തുക. അങ്ങനെയുള്ളവരെ കുറിച്ച് ഭാഗവതം ഒടുവിൽ പറയുന്നുണ്ട്, അവരൊക്കെ പ്രാകൃത ഭക്തന്മാരാണ്. സർവഭൂതജാലങ്ങളിലും അന്തര്യാമിയായി, ആധാരമായി, അതുപോലെ തന്നെ
സർവവ്യാപിയായി പരിലസിക്കുന്ന പ്രഭുവിനെ സാക്ഷാത്കരിക്കലാകുന്നു ശരിയായ ഭക്തിയുടെ, പരാഭക്തിയുടെ അവസ്ഥ. 9-ാം അധ്യായത്തില് ഭഗവത്ഗീതയില് ഭഗവാൻ അർജുനന് സ്വന്തം സ്വരൂപത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് മയാ തദമിദം സർവം ജഗദവ്യക്തമൂർത്തിന മസ്ഥാനി സർവഭൂതാനി നചാഹം തേഷു അവസ്ഥിതഃ നച മസ്ഥാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം എന്നാണ്. ഞാൻ ഈ പ്രപഞ്ച പദാർത്ഥജാലങ്ങളിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന അവ്യക്തമൂർത്തിയാണ്. ഞാനാകുന്ന ആധാരത്തിലാണ് പ്രപഞ്ച സാകല്യം പരിലസിക്കുന്നത്. എന്നാൽ ഈ ഭൂതജാലങ്ങൾ എന്നിൽ വർത്തിക്കുന്നു, ഞാൻ അവയിലൊന്നിലുമില്ല. കൂടുതൽ സൂക്ഷ്മമായ അന്വേഷണത്തിൽ അവ എന്നിലുമില്ല. ഇങ്ങനെ വൈരുദ്ധ്യാത്മകമായ ഭാഷ ഉപയോഗിച്ച് ഭഗവാൻ ഈ പ്രപഞ്ചത്തിന്റെ സർവകാരണവും അകാരണവുമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. എന്താ സന്ദേശം? വാസ്തവത്തിൽ ഈ കാണുന്ന മായാ പ്രകടനങ്ങൾ തത്വത്തിന് യാതൊരു മാറ്റവും ലേപവും സമ്മാനിക്കുന്നില്ല. സ്വന്തം സ്വരൂപത്തെ കൈവെടിയാതെയാണ് പലതായി പ്രകാശിതമാവുന്നത്. ഇതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഏറെ വിസ്തരിക്കാതെ തന്നെ ഗോപികമാർക്ക് മനസ്സിലാവുന്നു. എന്താ കാരണം? അതിശയകരമായ ഭഗവത് പ്രേമ പാരവശ്യത്താൽ ഗോപികമാരുടെ അന്തഃകരണം അത്യന്തം പരിശുദ്ധമാണ്. ആ ഒരു പരിശുദ്ധിയിലേക്ക് ഭഗവാൻ തന്റെ സർവവ്യാപിത്വം, സർവ ആധാരത്വം, സർവകാരണത്വം അതിനെക്കുറിച്ച് ഉദ്ബോധിപ്പിച്ചപ്പോൾ അധ്യാത്മശിക്ഷയാ ഗോപ്യ ഏവം കൃഷ്ണേന ശിക്ഷിതാഃ തദനുസ്മരണധ്വസ്ത ജീവകോശാതമധ്യഗൻ. ഇപ്രകാരം ഗോപിക്കമാർക്ക് അധ്യാത്മശിക്ഷണം നൽകി ഭഗവാൻ. അതോടുകൂടി അവര് ജീവകോശ പരിമിതിയെ അതിലംഘിച്ചവരായി. ജീവൻ എന്നുള്ളത് ഒരു താൽക്കാലികമായ താതാത്മ്യം മാത്രം, അവിദ്യ കൊണ്ടുള്ള വിഭ്രമം മാത്രം. വിദ്യാപ്രകാശം കൊണ്ട് ഇവർക്ക് ആ പരിമിതി നീങ്ങിക്കിട്ടി. അവര് ഭഗവത് തത്വത്തെ പ്രാപിച്ചു. എങ്കിലും ലൗകിക രീത്യ അവര് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ആഹുശ്ചതേ നളിനനാഭവതാരവിന്ദം യോഗേശ്വരൈ ഹൃദി വിചിന്യമഗാധബോധൈ സംസാരകൂപപതിതോത്തരണാവലംബം ഗേഹജ്ജുഷാമപി മനസി ഉദിയാത് സദാന. ഹേ പ്രഭോ നളിനനാഭ, അവിടുത്തെ അനുഗ്രഹം ഞങ്ങളിൽ അനവരതം ചൊരിയണം. ഞങ്ങൾ തിരിച്ച് ഗൃഹദൗത്യങ്ങളിലേക്ക്, ധർമാനുഷ്ഠാനങ്ങളിലേക്ക് പോകുമ്പോഴും അവിടുത്തെ സുധന്യസ്മൃതി ഞങ്ങൾക്ക് അഖണ്ഡമായി അനുഭൂതമാകണമേ പ്രഭോ. കാരണം അവിടുത്തെ പാദസ്മരണം സംസാരാന്ധകൂപത്തിൽ നിന്ന് രക്ഷ ആഗ്രഹിക്കുന്നവർക്ക് ഏക അവലംബമാണ്. അങ്ങനെയുള്ള ഭഗവാനെ അവിടുത്തെ സ്മൃതി കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഭഗവാനാകട്ടെ തഥാ അനുഗ്രഹ്യ ഭഗവാൻ ഗോപീനാം സഗുരുർഗതി. ഗോപികമാരുടെ സദ്ഗുരുവായ ഭഗവാൻ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ഇവരെ അനുഗ്രഹിച്ചു എന്ന് പറയാം. ഭാഗവതത്തില് ഗോപികമാരെ പിരിഞ്ഞു പോകുന്ന ഭഗവാൻ കൃഷ്ണന്റെ ആ ഒരു യാത്രാരംഗം വളരെ ഹൃദയസ്പൃക്കായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഒടുവില് അവരുടെ ആ ഒരു വിരഹതാപത്തിന്
ഇവിടെയാണ് ഉപശാന്തി ഉണ്ടാവുന്നത്. ഈ കഥകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ പ്രകാരമൊക്കെ ഭഗവാനെ കുറിച്ച് ചിന്തിച്ചറിയാൻ നമുക്കും സൗകര്യം ലഭിക്കുന്നു. ആ സൗകര്യത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമാറാവട്ടെ. പിന്നെയും ഭഗവാൻ ഓരോരുത്തരെയായി കണ്ട് അർഹിക്കും പ്രകാരം അവരോടൊക്കെ തൻ്റെ സ്നേഹവാത്സല്യ പ്രകടനം കാഴ്ചവെക്കുന്നു. കാരുണ്യാനുഗ്രഹത്തെ ചൊരിഞ്ഞ് അവരെയൊക്കെ ധന്യരാക്കുന്നു. ചിലരെ ഭഗവാൻ പ്രണമിക്കും, വേറെ ചിലരോട് ഭഗവാൻ പുറത്തു തട്ടി പ്രചോദിപ്പിക്കുകയായിരിക്കും ചെയ്യുക. ഇനിയും ചിലർക്ക് ഒരു നോട്ടം കിട്ടിയാൽ മതിയെന്നേ ഉള്ളൂ. വളരെ അകലെന്നായാലും ശരി, അവരെ ഭഗവാൻ കൃത്യമായിട്ട് നോക്കുന്നു. മറ്റു ചിലർക്കൊരു പുഞ്ചിരി സമ്മാനിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തരും ഏത് പ്രകാരത്തിൽ യോഗ്യരായിരിക്കുന്നുവോ അതേ പ്രകാരത്തിൽ അവരെയൊക്കെ ഭഗവാൻ അനുഗ്രഹിക്കുന്നു. യേ യഥാമാം പ്രപദ്യന്തെ താം തഥൈവ ഭജാമ്യഹം എന്ന് വാഗ്ദാനം ചെയ്തതുപോലെ ഭഗവാൻ എല്ലാവരെയും അർഹിക്കും പ്രകാരം കരുണ ചൊരിഞ്ഞ് അനുഗ്രഹിച്ചു. ഇതിനുശേഷം ദ്രൗപദിയുടെ നേതൃത്വത്തിൽ നടന്ന, ഇന്നത്തെ ഒരു ഭാഷ ഉദ്ധരിച്ച് പറഞ്ഞാൽ ഒരു റിയാലിറ്റി ഷോ, അതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. ദ്രൗപദി ഭഗവത് പത്നിമാരെ മുഴുവൻ ഒരു ഇന്റർവ്യൂ ചെയ്യുന്നു. ഇന്റർവ്യൂവിന് വിധേയരാക്കുന്നു. മുഖാമുഖം ഈ ഒരു സദസ്സിലേക്ക് കുന്തിയും ഗാന്ധാരിയും അതുപോലെ പലരും എത്തിച്ചേർന്നുണ്ട്. ഗോപികമാരും വന്ന് നിൽക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് പാഞ്ചാലി ഭഗവത് പത്നിമാരോടൊക്കെ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ എത്തിച്ചേർന്നത്? എങ്ങനെയാണ് ഭഗവാൻ നിങ്ങളെ പത്നി പദം നൽകി ഉദ്ധരിച്ചത് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഓരോരുത്തരും അവരവരുടെ കഥ പറയുന്നതാണ് അടുത്ത രംഗം. ഈ രംഗം നമ്മൾ എങ്ങനെയാ പ്രയോജനപ്പെടുത്തേണ്ടതെന്നാണെങ്കിൽ, സർവേശ്വരനുമായി നമ്മുടെ സംബന്ധം എന്ന് എങ്ങനെ ആരംഭിച്ചു എന്ന് ആലോചിക്കാവുന്നതാണ്. ഒരു ഈരടി വളരെ ശ്രദ്ധേയമായത് കേട്ടിട്ടുള്ളത്, ജബ്സെ പ്യാരാ ഈശ്വരായ മേരാ ജീവൻ ബദൽ ബദൽ ഗയാ, ജബ്സെ മേനെ തുജ്കോ പായാ മേരാ ജീവൻ ബദൽ ബദൽ ഗയാ. ഈശ്വരൻ എൻ്റെ ജീവിതത്തിൽ പ്രവേശിച്ചതോടെ ജീവിതത്തിനുണ്ടായിട്ടുള്ള ആ ഒരു ഉത്സവാവസ്ഥ, ആഘോഷം, അതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത പങ്കുവയ്ക്കും. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മിക്കവാറും ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ താമസ സ്ഥലത്തിന് ഏറ്റവും അടുത്തുള്ള ക്ഷേത്രവുമായിട്ടുള്ള ബന്ധമായിരിക്കാം ഈശ്വര കാര്യത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. അവിടെ പോയി തൊഴുതു നിന്നതും പ്രസാദം കിട്ടിയതും പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോഴൊക്കെ ഓടിപ്പോയതും ഒക്കെ ആയിട്ട് അങ്ങനെ പതുക്കെ പതുക്കെ വളർന്നു വന്നിട്ടുള്ള ഈശ്വര സംബന്ധിയായ ബന്ധം. ഈശ്വരനുമായിട്ട് നമുക്ക് ഏത് നിലയിലുള്ള ബന്ധമാണ് ആരംഭിച്ചത്, എങ്ങനെയൊക്കെ അത് പുരോഗമിച്ചു, ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, ഇനി ഏത് നിലയിലാണ് അത് വൃദ്ധിയെ പ്രാപിക്കേണ്ടത്, ഇന്നിലയിലുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ പാഞ്ചാലിയുടെ ഈ ഒരു ഇന്റർവ്യൂ നമ്മളെ സഹായിക്കട്ടെ. ഇതാണ് ഇതിൻ്റെ ഒരു ഹൃദ്യമായ വസ്തുത. സാക്ഷാൽ അച്യുതനാണ് ഭഗവാൻ
സ്വന്തം ധാമത്തിൽ നിന്ന് കടുകിട്ട ഭഗവാന് ച്യവനമുണ്ടാവുന്നില്ല, പതനമുണ്ടാകുന്നില്ല. അങ്ങനെയുള്ള ഭഗവാൻ ലോക നിയമം അനുവർത്തിച്ചുകൊണ്ടാണ് നിങ്ങളെ ഓരോരുത്തരെയും വരിച്ചത്. ആ കഥകളൊക്കെ പറയൂ. രുക്മിണിയോടാണ് ആദ്യം ആവശ്യപ്പെട്ടത്. രുക്മിണി ദേവി പറഞ്ഞു, വളരെ ചെറുപ്പത്തിൽ തന്നെ ഭഗവാനിൽ സമർപ്പിതയായിരുന്നു ഞാനെങ്കിലും ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ശിശുപാലന് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കപ്പെട്ടു. ഈ വിഷയത്തിൽ ഞാൻ ആകെ പരിതപ്തയായി. ഏതായാലും ഭഗവാൻ, സിംഹപരാക്രമിയായ ഭഗവാന് നിവേദിക്കപ്പെട്ട എന്നെ, അത് ഭഗവാന്റെ അവകാശമാണ്, ആ നിലയിൽ തന്നെ വന്നു ചേർന്ന് സ്വീകരിച്ച് എതിർത്ത രാജാക്കന്മാരെയൊക്കെ തോൽപ്പിച്ച് എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെയുണ്ടായത്. ഇങ്ങനെ രുക്മിണി സ്വയംവര കഥ അത് രുക്മിണി ദേവി വിസ്തരിച്ചു. അവിടുത്തെ പാതാരവിന്ദ സേവനം നിത്യനിരന്തരമായി സാധിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയെ എനിക്കുള്ളൂ എന്നും കൂട്ടത്തില് അറിയിച്ചു. സത്യഭാമ പറഞ്ഞു, അച്ഛൻ സത്രാജിത്തിന് സൂര്യഭഗവാൻ അനുഗ്രഹിച്ച് നൽകിയ ഒരു വിശേഷപ്പെട്ട രത്നത്തിന്റെ കഥ. സ്യമന്തകമണി അത് അപഹരിക്കപ്പെട്ടു. ഭഗവാൻ ഒരിക്കൽ അത് അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്. അതിനെ ചൊല്ലി ഒരു അപവാദം പൊട്ടിപ്പുറപ്പെട്ടു. സത്രാജിത്തിന്റെ ഒരു നിരീക്ഷണമാണ് ചെവികളിൽ നിന്ന് ചെവികളിലേക്ക് പകർന്ന് 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 പ്രചരിതമായത്. ഭഗവാനാകട്ടെ തനിക്ക് ഏർപ്പെട്ട ആരോപണത്തെ നിരാകരിക്കാൻ മണി അന്വേഷിച്ചു പോയി. ഒടുവിൽ അത് തിരിച്ചു കൊണ്ടുവന്ന് അച്ഛന് സമർപ്പിച്ചു. കുറ്റബോധം കൊണ്ട് അച്ഛൻ വല്ലാതായി. അങ്ങനെയാണ് എന്നെ ഭഗവാന് സമർപ്പിച്ചത്. എനിക്ക് വളരെ സന്തോഷമായി. ചേരേണ്ടത് തമ്മിൽ ചേർന്നൂലോ. ജാമ്പവതിയോടായിരുന്നു അടുത്ത ചോദ്യം. ജാമ്പവതി പറഞ്ഞു, ഈ മണിയുടെ കേസ് കേട്ട് തന്നെയാണ് എന്നെയും ഭഗവാന്റെ അരികിലേക്ക് എത്തിച്ചത്. ഭഗവാൻ കൃഷ്ണൻ മണി തേടി അച്ഛൻ്റെ അടുത്തെത്തി, ജാമ്പവാന്റെ അടുത്തെത്തി. 27 ദിവസം ആളറിയാതെ അച്ഛൻ ഭഗവാനോട് പോരാടി. ഒടുവില് സാക്ഷാത് സീതാപതിയാണെന്നറിഞ്ഞതോടെ സന്തോഷായി. തനിക്ക് കിട്ടിയ സെവന്തകമണി അത് ഭഗവാന് കൊടുത്തു. ഒപ്പം തന്നെ തൻ്റെ പുത്രി രത്നത്തെയും ഭഗവാന് സമർപ്പിച്ചു. അങ്ങനെയാണ് എനിക്ക് ഭഗവാന്റെ ദാസീ പദം അലങ്കരിക്കാനുള്ള അനുഗ്രഹം ലഭിച്ചത് എന്ന് സത്യഭാമ ജാമ്പവതി. കാളിന്തി പറഞ്ഞു, ഭഗവാന്റെ പാദസ്പർശം കൊതിച്ച് തപം ചെയ്യായിരുന്നു ഞാൻ. അപ്പോഴാണ് ഭഗവാൻ പാർത്ഥനോടൊപ്പം വന്ന് എന്റെ ഇംഗിതമറിഞ്ഞ് എന്നെ സ്വീകരിച്ചത്. മിത്രവിന്ദ പറഞ്ഞു, സ്വയംവരത്തിൽ ശ്രീപതി എന്നെ വരിക്കുകയുണ്ടായത്. വിരോധിച്ച സകല രാജാക്കന്മാരെയും വധിച്ചു. എന്നിട്ട് ഭഗവാൻ എനിക്ക് പാദസേവനത്തിനുള്ള അവസരം അനുഗ്രഹിച്ചരുളി. ജന്മജന്മാന്തരങ്ങളിൽ അവിടുത്തെ സേവിക്കാൻ കഴിയണം എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന. സത്യ പറഞ്ഞു, വീര്യശുൽക്കയായിട്ടാണ് എന്നെ പ്രഖ്യാപിച്ചത്. 7 കാളകളെ, അതും അങ്ങേയറ്റത്തെ പരാക്രമശാലികളായിട്ടുള്ള കാളകളെ, ഇവരെ നിയന്ത്രിക്കുന്നവർക്കാണ് മകളെ നൽകുക എന്നാണ് അച്ഛൻ വാഗ്ദാനം ചെയ്തത്.
പല രാജാക്കന്മാരും പരാജയപ്പെട്ടയിടത്ത് ഭഗവാൻ കേവലം ആട്ടിൻകുട്ടികളെ നിയന്ത്രിക്കും പോലെയാണ് ഈ കാളകളെ സ്വന്തം ധീരപരാക്രമം കൊണ്ട് നിയന്ത്രിച്ചത്. അതോടുകൂടി ഞാൻ ഭഗവാന് സമർപ്പിതയായി. ഭദ്രയോടായിരുന്നു അടുത്ത ചോദ്യം. ഭദ്ര പറഞ്ഞു, എന്റെ അന്തർഗതമറിഞ്ഞ അച്ഛൻ, ഭഗവാനിൽ ഞാൻ വളരെ നേരത്തെ തന്നെ അനുരക്തയാണ്. അപ്പൊ അച്ഛൻ വിചാരിച്ചു അത് തന്നെ സംഭവിക്കട്ടെ. അമ്മാവന്റെ മകനായ ശ്രീകൃഷ്ണ ഭഗവാനെ വിളിച്ചു വരുത്തിയിട്ട് എന്നെ നൽകി. അങ്ങനെയാണ് എനിക്ക് ഈ ഭാഗ്യം ലഭിച്ചത്. അസ്യമേ പാദസ്പർശോ ഭവേ ജന്മനി ജന്മനി. ഈ ഭഗവാന്റെ പാദസ്പർശം ജന്മജന്മാന്തരങ്ങളിലും സംഭവിക്കണേ എന്ന് തന്റെ പ്രാർത്ഥനയും അറിയിക്കുന്നു ഭദ്ര. ലക്ഷ്മണ പറഞ്ഞു, ശ്രീനാരദരിൽ നിന്ന് വളരെ ചെറുപ്പത്തിലെ രുക്മിണിയുടെ കാര്യത്തിൽ എന്ന പോലെ ഞാൻ ഭഗവാനെ കുറിച്ച് കേട്ട് ഭഗവാൻ രുക്മിണിയെ വരിച്ചു എന്ന് കേട്ടു. അപ്പൊ പിന്നെ ഇനി എനിക്ക് സ്ഥാനമില്ലല്ലോ എന്ന് തോന്നിയെങ്കിലും ഭഗവാനെ ഉപേക്ഷിക്കാൻ തോന്നിയില്ല. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അച്ഛനായിട്ടുള്ള ബൃഹത്സേനൻ അദ്ദേഹം ഒരു തന്ത്രം മെനഞ്ഞു. എന്താ തന്ത്രം? പാഞ്ചാലിയോടാണല്ലോ പറയണത്, അങ്ങയുടെ വിവാഹ വിഷയത്തിൽ എന്നതുപോലെ ഒരു പ്രത്യേക ലക്ഷ്യം. പക്ഷെ പാഞ്ചാലിയുടെ സ്വയംവര കാര്യത്തില് ലക്ഷ്യത്തെ നോക്കിയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഇതാണെങ്കിലോ പ്രതിബിംബത്തിൽ നോക്കി വേണം ലക്ഷ്യത്തെ എയ്ത് തറപ്പിക്കാൻ, ലക്ഷ്യത്തിൽ ശരമെയ്ത് തറപ്പിക്കാൻ. അത് അത്യന്തം ഏകാഗ്ര മനസ്കർക്ക് മാത്രമേ സാധിക്കുള്ളൂ. ആ ഒരു സ്വയംവര സംവിധാനം അച്ഛനെ ഏർപ്പെടുത്തിയത് എന്തിനു വേണ്ടിയാ? ഭഗവാന് മാത്രമേ ഇത് സാധിക്കുള്ളൂ എന്ന് ഉറപ്പുള്ളതുകൊണ്ട്. പറഞ്ഞതുപോലെ തന്നെ ഒട്ടനവധി രാജാക്കന്മാര്, ഭീമനും ദുര്യോധനും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. കർണനും ജരാസന്ധനും ഒക്കെ എത്തിച്ചേർന്ന് പലർക്കും വില്ല് തന്നെ എടുക്കാൻ വയ്യാതെ തിരിച്ചുപോയി. മറ്റു പലരും ലക്ഷ്യത്തെ ഛേദിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടുപോയി. അർജുനനാകട്ടെ ഏറെക്കുറെ ഭംഗിയായിട്ടൊക്കെ ചെയ്തു, പക്ഷെ ലക്ഷ്യത്തെ തൊട്ടുരുമിയാണ് ശരം പോയത്. ഒടുവിൽ ഭഗവാൻ അനായാസേന കാര്യം നിർവഹിച്ചു, എന്നെ വരിച്ചു. പക്ഷേ വിരോധികളായിട്ട് ഒരുപാട് രാജാക്കന്മാര് അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ എന്നെ സ്വീകരിച്ചത് കണ്ട് സഹികെട്ട് പലരും, അവരെയൊക്കെ ഭഗവാൻ ധീരമായി പോരാടി തോൽപ്പിച്ച് എന്നെ അനുഗ്രഹിച്ചു. ആത്മാരാമസ്യ തസ്യേമ വയം വൈ ഗൃഹദാസികാഃ സർവസംഗനിവൃത്യാദ്ധ തപസാച ബഭൂവിമ. എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും ഈ ഭാഗ്യം കിട്ടിയത് എന്നിവര് എല്ലാവരും ആത്മവിശകലനം ചെയ്ത് പറയുന്നു. ആത്മാരാമസ്യ, ആരാണ് ഈ ഭഗവാൻ? ഒന്നിന്റെയും ആശ്രയം ആവശ്യമില്ലാത്ത നിരപേക്ഷനായ ഭഗവാൻ, നിരാശ്രയനായിട്ടുള്ള ഭഗവാൻ. ആത്മന്യേവ ആത്മനാ തുഷ്ടഃ, തന്നിൽ തന്നെ ആരമിക്കുന്ന ഭഗവാൻ. അങ്ങനെയുള്ള ആത്മാരാമനെ സംബന്ധിച്ചിടത്തോളം തസ്യേമാ വയം വൈ ഗൃഹദാസികാഃ, ആ ഭഗവാന്റെ ഗൃഹദാസികളായിട്ട് നമ്മളൊക്കെ മാറിയത് എങ്ങനെയാവും? സർവസംഗ നിവൃത്യാദ്ധ, സർവസംഗ നിവൃത്തി, അനാസക്ത ചിത്തരായി എത്രയോ കാലം നമ്മളൊക്കെ തപസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് നിസ്സംഗ നിവൃത്തരായിട്ട് തപസ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഭഗവാനെ പ്രാപിക്കാൻ നമുക്കൊക്കെ ഭാഗ്യമുണ്ടായത് എന്നവര് നിരീക്ഷിച്ചു. ഇനിയോ 16,000 പേരുടെ കാര്യമുണ്ട്. അവരൊക്കെ ഒറ്റ വാക്കിൽ പറഞ്ഞു. അവരെല്ലാവരും ഒന്നിച്ച് അഭിപ്രായം പറഞ്ഞു എങ്ങനെയാണ് ഉണ്ടായത് എന്ന്. നരകാസുരൻ ദിഗ്വിജയം നടത്തി. ആ സമയത്താണ്
ഞങ്ങളെയൊക്കെ പലയിടങ്ങളിൽ നിന്നായി ബലാത്കാരേണ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ തടവറയിൽ അടച്ചത്. അവിടെ ഇരുന്ന് ഞങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുകയായിരുന്നു, ഹേ പ്രഭു, ഞങ്ങളെ വന്ന് ഉദ്ധരിക്കണമേ എന്ന്. ഞങ്ങൾ ഇന്ദ്രപദവിയാകട്ടെ മറ്റൊന്നും തന്നെ ആഗ്രഹിച്ചിട്ടില്ല. ഗോപികമാരൊക്കെ എങ്ങനെ ഒരു പ്രേമ പാരവശ്യത്തോടു കൂടിയാണോ ഭഗവാനെ പരിഗണിച്ചത്. അവർക്കൊക്കെ സംലഭ്യനായ ഭഗവാൻ ഞങ്ങൾക്കും ലഭ്യമാവണമേ എന്ന് അവിടെ ഞങ്ങൾ ആരാധിച്ചു വർത്തിച്ചു. ഭഗവാൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. അങ്ങനെ നരകാസുരനെ വധിച്ച് ഞങ്ങളെയൊക്കെ ആ ഭഗവാൻ സ്വീകരിച്ചു എന്ന് പറയും. ഭഗവാൻ ചെയ്ത ഒരു സാമൂഹ്യപരമായ സാംസ്കാരികപരമായ ഇടപെടൽ അതിഗംഭീരമാണ് എന്ന് പറയും. ഇവരെയൊക്കെ എന്ത് ചെയ്യും ചോദിക്കും. ഒക്കെ ഭഗവാൻ പറഞ്ഞു, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. എന്നിട്ടോ ഇവരെയൊക്കെ കുളിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്തു. എന്നിട്ട് സർവാഭരണ വിഭൂഷിതകളായിട്ടാണ് ദ്വാരകയിലേക്ക് അയക്കുന്നത്. യുദ്ധാനന്തരം ദേവലോകത്തിലൊന്ന് പോയിട്ട് വരികയാണ്. അങ്ങനെയാണ് നിശ്ചയിച്ചിരുന്നത് പ്ലാൻ. അതുകൊണ്ട് ഇവരെയൊക്കെ ദ്വാരകയിലേക്ക് അയച്ചു. ആ സ്ത്രീകളുടെ ഒരു ധന്യത എത്രയായിരിക്കും. ഇല്ലെങ്കിലോ സമാജം എന്നേക്കുമായിട്ട് ഇവരെ ആക്ഷേപിക്കില്ലായിരുന്നു, ഉപേക്ഷിക്കില്ലായിരുന്നു. ഭഗവാൻ അവരെ സ്വീകരിച്ച് ഉദ്ധരിച്ചു എന്ന് പറയും. ഇത് കേട്ട് പാഞ്ചാലിയോടൊപ്പം കുന്തിയും ഗാന്ധാരിയും ഗോപസ്ത്രീകളുമൊക്കെ അത്യന്തം വിസ്മയിച്ചു. അവർക്കൊക്കെ ഭഗവാനോടുള്ള ഭക്തി ഈ ശ്രവണം കൊണ്ട് ഏറെ വർദ്ധിച്ചു എന്നാണ് ആ കഥാഭാഗം ഉപസംഹരിക്കുന്നത്. അതിനുശേഷം ശ്രീകൃഷ്ണനെയും ബലരാമസ്വാമികളെയും കാണാൻ വേണ്ടി മുനീശ്വരന്മാര് വ്യാസരും നാരദരും ച്യവനനും ദേവലനും അസിതനും വിശ്വാമിത്രനും ശതാനന്ദനും ഭരദ്വാജനും ഗൗതമനും പരശുരാമനും വസിഷ്ഠരും ഭൃഗുമഹർഷിയും പുലസ്ത്യനും അതുപോലെ കാശ്യപനും മാർക്കണ്ഡേയനും സനകാദികളും അങ്കിരസും അഗസ്ത്യനും യാജ്ഞവൽക്യനും വാമദേവനും ഒക്കെ അവിടെ വന്നു ചേർന്നു. ഒട്ടനവധി ഋഷീശ്വരന്മാര് പലരും അവരുടെ ശിഷ്യവൃന്ദത്തോടൊപ്പമാണ് സമാഗതരായത്. ഇവരെ കണ്ടതും ഭഗവാൻ ലോകനാട്യം അത് തുടരും വിധം എഴുന്നേറ്റു. ശരിക്കും ഭഗവാനെ കാണാനും ആദരമർപ്പിക്കാനുമാണ് ഋഷീശ്വരന്മാരൊക്കെ വന്നത്. പക്ഷേ ഭഗവാൻ ഇപ്പോൾ മാനുഷ ശരീരധാരിയാണ്. ആ നിലയിൽ ഭഗവാൻ എഴുന്നേറ്റു. എന്നിട്ടോ ഇവരെയൊക്കെ വേണ്ട വിധം സ്വീകരിച്ച് ആനയിച്ച് അർഘ്യപാദാദികളൊക്കെ നൽകി ഉപവിഷ്ടരാക്കി. അപ്പൊ എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇരിക്കുകയാണ്. ഭഗവാൻ പറഞ്ഞു, നമ്മളൊക്കെ ജന്മമെടുത്തത് ഇവരുടെ സന്ദർശനം കൊണ്ട് സഫലമായിരിക്കുന്നു. എന്താ കാരണം? ദേവാനാമപി ദുഷ്പ്രാപം യദ് യോഗേശ്വര ദർശനം. ഇത്തരം യോഗിജനത്തിന്റെ ദർശനം എന്ന് പറയുന്നത് ദേവന്മാർക്ക് പോലും ദുർലഭമാണേ. അത് നമുക്ക് സാധിച്ചുല്ലോ. മഹാപുണ്യത്തിന്റെ ഫലമാണ് ഇങ്ങനെ നമുക്ക് ഋഷീശ്വരന്മാരുടെ ദർശനത്തിന് സഹായകമായത്. അഗ്നി, സൂര്യൻ, ചന്ദ്രൻ, ഭൂമി മുതലായിട്ടുള്ള ഉപാധികളെ നാം ആരാധിക്കാറുണ്ട്. പക്ഷേ അവയൊന്നും തന്നെ കർമ്മബന്ധദോഷത്തെ പൂർണ്ണമായി അപഹരിക്കാൻ സമർത്ഥം അല്ല. അവയൊക്കെ ആരാധിക്കുന്നതുകൊണ്ട് ഗുണമുണ്ട്. പക്ഷെ പൂർണ്ണമായി കർമ്മബന്ധമോചനമുണ്ടാവുമോ? ഇല്ല. എന്താ കാരണം? കാരണം ഉപാസകനെന്നും ഉപാസ്യമെന്നും ഭേദം ദേവതാ ഉപാസനകളിൽ ഇല്ലാതാവുന്നില്ല. ഉപാസ്യം എന്ന് പറഞ്ഞാൽ ഉപാസിക്കപ്പെടുന്നത്.
ഉപാസകൻ. ഈ ഒരു ഭേദം തുടർച്ചയായിട്ടുണ്ടേ. പക്ഷേ ഋഷീശ്വരന്മാരുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അവിടെ അഭേദ ദർശനം സംഭവിക്കും. കാരണം മുനീശ്വരന്മാര് നമുക്ക് സത്സംഗത്തിലൂടെ തത്വബോധത്തെ ഉണർത്തിത്തരും. മറ്റ് വിഗ്രഹങ്ങൾക്ക് അത് സാധിക്കില്ല എന്ന് പറയും. ദേവതകൾക്കും അത് സാധിക്കില്ല. പക്ഷെ ഋഷീശ്വരന്മാര്, അവരെ നമ്മൾ ആദരിക്കുന്നതുകൂടെ അവര് നമുക്ക് അറിവിന്റെ അനുഗ്രഹം ചൊരിഞ്ഞു തരുന്നു. അതുകൊണ്ട് അഭേദ ദർശനം, അനന്യ ദർശനം സാധ്യമാവും. ഭഗവാൻ തുടർന്ന് എല്ലാവരെയും ഉദ്ബോധിപ്പിക്കുന്നതിനായിട്ട് പറയുന്നു, പ്രതിമാദികളിൽ ദേവതാബുദ്ധി പുലർത്തുന്നവര്, ജലസ്ഥാനങ്ങളിൽ തീർത്ഥബുദ്ധി പുലർത്തുന്നവര് പക്ഷേ ഋഷീശ്വരന്മാരെ തിരിച്ചറിയാനും ആദരിക്കാനും അവരിലെ മഹത്വം അംഗീകരിക്കാനും കഴിവില്ലാത്തവരായി പോകുന്നു. അവരൊക്കെ കഴുതകളെ പോലെയാണ്. അവരൊന്നും മനുഷ്യ സ്ഥാനം അലങ്കരിക്കുന്നില്ല. കഴുതകളാണ് അവര് എന്നും ഭഗവാൻ ചൂണ്ടിക്കാണിക്കുന്നു. എന്താ ചൂണ്ടിക്കാണിക്കുന്നത്? ചുരുക്കത്തിൽ ഇത്രയേറെയുണ്ട് യോഗീശ്വരന്മാരെ ദർശിക്കുന്നതിന്റെ ഗുണം. ഇത് ഭഗവാൻ ചൂണ്ടിക്കാണിക്കുന്നു. ഈ സമയത്ത് ഋഷീശ്വരന്മാർക്ക് എന്താ പറയേണ്ടതെന്ന് നിശ്ചയില്ല. കാരണം സർവാരാധ്യനായ സമാരാധ്യനായ ഭഗവാനാണ് തങ്ങളെ ഈ വിധം സ്തുതിക്കുന്നത്. അവര് കുറച്ചു നേരത്തേക്ക് മൗനായിപ്പോയി. പിന്നീട് അവരാലോചിച്ച് കണ്ടെത്തിയതാണ്. എന്താ കണ്ടെത്തിയത്? ഭഗവാൻ ഏവർക്കും മാർഗദർശനം നൽകാനാണ് ഇത് പറയുന്നത്. അവര് തിരിച്ച് മനുഷ്യനാട്യം നടിക്കുകയാണ് ഭഗവാനെ. അവിടുന്ന് ലോകശിക്ഷയ്ക്കായിക്കൊണ്ടാണല്ലോ ഇതൊക്കെ പറയുന്നത്. ഈ ജഗത്തിന്റെ ഉത്പത്തിസ്ഥിതി ലയങ്ങൾക്കൊക്കെ കാരണമായിരിക്കുന്നത് ആരോ, വർണ്ണാശ്രമധർമ്മങ്ങളെയൊക്കെ യഥാവിധി പരിപാലിക്കുന്നത് ആരോ, അങ്ങനെയുള്ള ഹേ ജഗത് പ്രഭോ, അവിടുത്തെ മഹത്വം കൂടെ വസിക്കുന്ന വൃഷ്ണികൾക്ക് പോലും അറിയുന്നില്ല എന്നിങ്ങനെയൊക്കെ വിസ്തരിച്ച് ഭഗവാനെ ഏറെ സ്തുതിച്ച് ഭഗവത് അനുഗ്രഹം പ്രാർത്ഥിച്ച് അവര് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ വസുദേവര് ഇവരുടെ അടുത്ത് ചെന്നു. എന്നിട്ട് ഋഷീശ്വരന്മാരെ നമസ്കരിച്ചു. ചോദിച്ചു, കർമാനുഷ്ഠാനം കൊണ്ട് കർമ്മബന്ധമുക്തി നേടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരണം. ഈ ചോദ്യം കേട്ടപ്പോൾ ഋഷീശ്വരന്മാരൊക്കെ പരസ്പരം അത്ഭുതത്തോടെ നോക്കി. അവരുടെ അത്ഭുതത്തെ സംബന്ധിച്ച് ശ്രീ നാരദര് മറുപടി പറഞ്ഞു. ഈ വസുദേവരെ സാക്ഷാൽ ഭഗവാനെ പുത്രനായി കിട്ടിയിട്ടും ഈ ചോദ്യം നമ്മളോട് വന്ന് ചോദിക്കണൂലോന്നാണ് ഋഷീശ്വരന്മാർ അത്ഭുതപ്പെട്ടത്. ശ്രീ നാരദര് മറുപടി പറഞ്ഞു, നാദിചിത്രമിതം വിപ്ര വസുദേവോ ബുഭുത്സയാ കൃഷ്ണം മത്വാർഭകം എന്ന പൃച്ഛതി ശ്രേയ ആത്മനഃ. കൃഷ്ണനെ മത്വാ അർഭകം, ഈശ്വരൻ എന്ന് മനസ്സിലാക്കുന്നതിന് പകരം ഈശ്വരൻ ഇതാ പുത്രനായി പിറന്നിരിക്കുന്നു എന്ന് ആരാധിക്കുന്നതിന് പകരം സ്വന്തം പുത്രൻ എന്നുള്ള ഭാവത്തിൽ കുരുങ്ങിപ്പോയി. അതുകൊണ്ട് വസുദേവരുടെ അന്ധക്കരണം കലുഷിതമാണ്. അതുകൊണ്ടാണ് കർമ്മവിഷയകമായ സംശയം ചോദിച്ചത്. ഇത് വലിയ അത്ഭുതമൊന്നും അല്ല എന്ന് പറയുക. കാരണം ഗംഗാതീരവാസികൾ ചിലപ്പോൾ മറ്റ് തീർത്ഥസ്ഥാനങ്ങൾ തേടി പോവാറുണ്ട്. അതുപോലെയാണ് അതിപരിചയാത അവജ്ഞ എന്നൊക്കെ പറയണത് പോലെ ഭഗവാനെ തിരിച്ചറിയുന്നില്ല. ഏതായാലും കർമ്മനാശത്തിന് കർമ്മം എങ്ങനെ സഹായകമാവും എന്ന ചോദ്യത്തിന്
വസുദേവർക്ക് ഉത്തരം കൊടുക്കാൻ ശ്രീ നാരദര് തയ്യാറായി. എന്തുകൊണ്ടാണ് കഥ ഇങ്ങനെ പുരോഗമിക്കുന്നത് എന്നാണെങ്കിൽ, ഭാഗവത സപ്താഹമായാലും ശരി, സത്രമായാലും ശരി, 7 പകലുകൾ നമ്മളിത് ശ്രവിക്കുകയാണ്. അതാത് സ്ഥലങ്ങളിൽ പറയാനുള്ളത് മുഴുവൻ പറയുന്നുണ്ട്. എങ്കിലും നമ്മുടെ ചിത്തം അത്ര ഏകാഗ്രമായിരിക്കില്ല. 100,000 പ്രാരബ്ധ തിരക്കുകൾക്കിടയിലാണ് ജന്മകൃത പുണ്യം കൊണ്ട് നമുക്ക് ശ്രവിക്കാൻ കൗതുകം വരിക. പക്ഷേ വേണ്ട യോഗ്യത അത് ലഭ്യമായിട്ടുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ വല്ലപ്പോഴും വന്നിരുന്ന് 7 പകലുകൾ ശ്രവിക്കുമ്പോൾ ആവർത്തിച്ചത് കേൾക്കണം. അപ്പോഴേ നാം ഉദ്ധരിക്കപ്പെടുള്ളൂ. ഭഗവത് കാരുണ്യത്താൽ നാം ഉദ്ധരിക്കപ്പെടുള്ളൂ. അതിന് സൗകര്യമൊരുക്കപ്പെടണം എന്ന് പറയുക. അതുകൊണ്ടാണ് വീണ്ടും 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 തത്വചിന്ത പല സന്ദർഭങ്ങളും ഒരുക്കി തരുന്നത്. ഈ സന്ദർഭങ്ങളുടെ ഒരു പ്രത്യേകത എന്താണ്? അതിലൊക്കെ കഥയുണ്ട്. ഇപ്പൊ നമ്മള് ഗോപികമാർ ഭഗവാനെ എത്ര പ്രേമാദരങ്ങളോടെ പൂജിച്ച് ആഘോഷിച്ച് രസിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഭഗവാന്റെ മധുരായാത്രയുണ്ടായി. അതിനെക്കുറിച്ച് വിഷമിച്ചു. ആ വിഷമത്തിന്റെ പരിസരത്തിലേക്കാണ് ഭഗവാന്റെ അധ്യാത്മ ശിക്ഷണം. അത്രയും കേട്ടതോടുകൂടി കുറച്ചൊക്കെ കാര്യം ബോധ്യപ്പെടും. ഇത് നമുക്ക് തുടർന്നുള്ള നമ്മുടെ ലോക ജീവിതത്തിൽ മാർഗദർശനം നൽകി അനുഗ്രഹിക്കും. മനസ്സിലായില്ലേ? അല്ലാതെ വസുദേവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല വിഷയം. വസുദേവരിലൂടെ നമ്മിൽ എന്തെങ്കിലും സംഭവിക്കട്ടെ, ഇതാണ് ഭഗവാൻ വേദവ്യാസരുടെ ലക്ഷ്യം. ശുകബ്രഹ്മർഷിയുടെ താല്പര്യം. മനസ്സിലാവുന്നില്ലേ? ഇപ്പൊ കർമ്മവിഷയകമായി ഉള്ള ബന്ധനത്തെ എങ്ങനെ ജയിക്കും? ഒരിക്കലും കർമ്മം കൊണ്ട് കർമ്മബന്ധജയം ഉണ്ടാവില്ല. കാരണം എന്താണ്? കർമ്മത്തിന് കാരണമായിട്ടുള്ളത് അവിദ്യയാണ്. കർമ്മത്തിന് കാരണം അവിദ്യയാണെങ്കിൽ കർമ്മം ചെയ്യും തോറും അവിദ്യ വർദ്ധിക്കുകയുള്ളൂ. കർമ്മനാശം സംഭവിക്കില്ല. അജ്ഞാനമേവസ്യ ഹി മൂലകാരണം തദ്ധാനമേവാത്ര വിധൗ വിധീയത്തെ വിദ്യൈവ തന്നാശവിധൗ പഠീയസി ന കർമ്മ തജ്ജം സവിരോധമീരിതം. ശ്രീരാമചന്ദ്ര പ്രഭു ലക്ഷ്മണകുമാരന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അജ്ഞാനം ഏവ അസ്യ സംസാരസ്യ ഹി മൂലകാരണം. സകല സംസാര സങ്കടങ്ങളുടെയും മൂലകാരണം അജ്ഞാനമാണ്. അജ്ഞാനം എന്ന് പറഞ്ഞാല് അറിവില്ലായ്മ. എന്താണ് പരമമായി അറിയേണ്ടത്? അവനവന്റെ സ്വരൂപത്തെ. എന്താണ് ആത്മസ്വരൂപത്തിന്റെ പ്രത്യേകത? ആത്മസ്വരൂപം നിത്യശുദ്ധ ബുദ്ധ മുക്തമാണ്, ചൈതന്യമാണ്. സ്വരൂപം നാമരൂപ പരിമിതികളൊന്നുമില്ലാതെ പരിലസിക്കുന്ന ബോധം, അതാണ് ആത്മസ്വരൂപം. പക്ഷേ അങ്ങനെ അറിയുന്നതിന് പകരം നമുക്ക് നമ്മെക്കുറിച്ചുള്ള അവബോധം ശരീരാധിഷ്ഠിതം ആയിരിക്കും. പ്രപഞ്ചം സത്യമായി വാസ്തവമായി നമ്മുടെ മുന്നിൽ പരിലസിക്കുകയും ചെയ്യുന്നു. ഇതാണ് ബന്ധനം.
നോൺ അപ്രിഹെൻഷൻ ഓഫ് ദി റിയാലിറ്റി മിസ്അപ്രിഹെൻഷന് കാരണമാവുന്നു. ആത്മസ്വരൂപത്തെ യഥാവിധി അറിയാൻ കഴിയാതെ വരുമ്പോൾ അന്യമായി പ്രപഞ്ചമുള്ളതായിട്ട് തോന്നുന്നു. അതിൻ്റെ മിഥ്യാഭ്രമങ്ങളിലാണ് കർമ്മം ചെയ്യുന്നത്. മിഥ്യാഭ്രമം കൊണ്ട് കാമമുണ്ടാവുന്നു, കാമാനുസൃതം കർമ്മം ചെയ്യുന്നു, അലയാനിട വരുന്നു. അതാണ് ദുരവസ്ഥ. അജ്ഞാനമേവാസ്യ ഹി മൂലകാരണം തത് ഹാനം ഏവ അത്ര വിധൗ വിധീയതേ. ശാസ്ത്രഗ്രന്ഥങ്ങളൊക്കെ പല കാര്യങ്ങളും പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും ശാസ്ത്ര താൽപര്യം ജ്ഞാനപ്രധാനം ആകുന്നു. അദ്വൈത ചിന്തയെ പങ്കുവെച്ച് സർവബന്ധ വിമുക്തി ഇത് പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് വേദ താൽപര്യം. സ്വർഗകാമോ യജേത, പുത്രകാമോ യജേത എന്നൊക്കെ ആഹ്വാനമുണ്ടാവും. പക്ഷേ വേദ താൽപര്യം സ്വർഗപ്രാപ്തിയോ പുത്ര ഉത്പാദനമോ ഒന്നുമല്ല. ദുഷ്കർമ്മങ്ങളിൽ നിരതരായവരെ ജനദ്രോഹത്തിൽ നിന്ന് പിന്തിരിച്ച് സത്കർമ്മങ്ങളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ് വേദങ്ങൾ സ്വർഗപ്രാപ്തി മുതലായവയൊക്കെ ആകർഷകമായി മുന്നിൽ വയ്ക്കുന്നത്. തദ്ഹാനം ഏവാത്ര വിധൗ വിധീയതേ. അജ്ഞാനനാശമാണ് ശാസ്ത്രഗ്രന്ഥങ്ങളുടെ മുഴുവൻ ലക്ഷ്യം. അതിനെന്താ വഴി? വിദ്യ ഏവ തന്നാശവിധൗ പഠീയസി. വിദ്യ മാത്രമാണ് അജ്ഞാനനാശത്തിന് സമർത്ഥയായിട്ടുള്ളത്. ന കർമ്മ. കർമ്മം ഒരിക്കലും അജ്ഞാനനാശത്തെ ഉണ്ടാക്കില്ല. എന്താ കാരണം? തജ്ജം. അറിവില്ലായ്മയിൽ നിന്നാണ് കർമ്മം ഉണ്ടാവുന്നത്. ന കർമ്മ തജ്ജം സവിരോധം ഈരീത്. കർമ്മം തജ്ജമായതുകൊണ്ട്, അവിദ്യയിൽ നിന്നുണ്ടാവുന്നതായതുകൊണ്ട് ന സവിരോധം. ഈ കർമ്മത്തിന് അജ്ഞാനത്തോട് വിരോധം ഉണ്ടാവില്ല. കാര്യകാരണ ബന്ധമാണേ. അപ്പൊ കർമ്മം ചെയ്യും തോറും അജ്ഞാനം വർദ്ധിക്കും, അജ്ഞാനം വർദ്ധിക്കും തോറും കർമ്മം വർദ്ധിക്കും. അതാണ് സംഭവിക്കുക. അതിനെ കർമ്മം കൊണ്ട് എങ്ങനെ കർമ്മനാശം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ശ്രീ നാരദര് പറഞ്ഞു തരുന്നത് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉപദേശിക്കുന്നത് തന്നെയാണ്. ഭഗവാൻ എന്താ പറയണത്? കർമ്മം ബന്ധകാരിയാവുന്നത് യജ്ഞാർത്ഥം അല്ലാതെ ചെയ്യുന്നത് കൊണ്ടാണ്. യജ്ഞാർത്ഥാത് അന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മ കൗന്ദേയ. യജ്ഞാർത്ഥം കർമ്മം ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ കർമ്മബന്ധമുക്തി സംഭവിക്കും. അതിൻ്റെ ഒരു റിലേഷൻഷിപ്പ് എന്താണ്, അതിൻ്റെ ഒരു സംബന്ധം എന്താണ് എന്നുള്ളതും ആചാര്യന്മാര് പല പ്രകാരത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ നാരദര് പറയുന്നു, കർമ്മനാശത്തിന് കർമ്മത്തെ വിഷ്ണു അർത്ഥം ചെയ്യണം. യശ്രദ്ധയാ യജേത് വിഷ്ണും സർവയജ്ഞേശ്വരം മഖൈഹി. യാഗങ്ങളാൽ സർവയജ്ഞേശ്വരനായ ഭഗവാനെ പൂജിക്കുക. ഭഗവാൻ സർവയജ്ഞങ്ങളുടെയും അധീശ്വരനാണ്. വിഷ്ണു ശബ്ദത്തിന് വ്യാപകത്വാത് വിഷ്ണുഹു, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ എന്നാണ് അർത്ഥം. അങ്ങനെ സർവവ്യാപിയായി, സർവാധാരമായി, സർവാന്തര്യാമിയായി, ഒപ്പം സർവ അതീതമായി പരിലസിക്കുന്ന ഭഗവത് സ്മരണയോടെ കർമ്മം ചെയ്യൂ. കർമ്മം അറിവില്ലായ്മയിൽ നിന്നുണ്ടായതാണെങ്കിൽ, കർമ്മം ബന്ധനത്തിന് ആക്കം കൂട്ടുകയേ ഉള്ളുവെങ്കിൽ കർമ്മം ചെയ്യാതിരിക്കുന്നതിനെ കുറിച്ചല്ലേ പറയേണ്ടത് എന്ന് ചോദ്യം. പക്ഷേ കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. സമാഹരിതമായ കാലാകാലങ്ങളിൽ കർമ്മം ചെയ്തുകൊണ്ട് നേടിയെടുത്ത കർമ്മവാസനകൾ
കർമ്മഫലമാണ് പ്രശ്നം എന്ന് പൊതുവെ ധരിക്കാറുണ്ടെങ്കിലും കർമ്മഫലമല്ല പ്രശ്നം. കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാഹ്യ ലോകത്തിൽ ഉണ്ടാക്കുന്ന ചലനമാണ്. ആ ചലനം കൊണ്ട് പല ഉരുത്തിരിയലുകളും തീർച്ചയായിട്ടും പുറത്തുണ്ടാവും. അങ്ങനെ പുറം ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അത് പ്രകൃതി നിയമമാണ്. അതിനോട് ഇഷ്ടാനിഷ്ട രൂപത്തിൽ പ്രതികരിക്കുന്നതാണ് പ്രശ്നം. അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ അന്ധക്കരണത്തിൽ മുദ്രകളായി ശേഖരിക്കപ്പെടും. അനുകൂലമെന്ന് നാം സ്വീകരിച്ചതിൽ തുടരാൻ താല്പര്യം വരും. ഇതങ്ങനെയാണ് കർമ്മബന്ധമാവുന്നത്. കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം മുദ്രണങ്ങൾ, ഒരുപാട് കർമ്മഫലങ്ങളെ ചൊല്ലിയുള്ള ഓർമ്മകൾ നമ്മുടെ അന്ധകരണത്തെ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇവിടെയാണ് ഭഗവാൻ കർമ്മത്തിന് അനുവാദം നൽകുന്നത്. പക്ഷെ കർമ്മം ചെയ്യുന്ന സമയത്ത് കർത്താവായും ഭോക്താവായും അനുമന്താവായും ഒക്കെ സർവേശ്വരന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുക. അങ്ങനെയുള്ള ഒരു ഭാവത്തിൽ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് സങ്കുചിതമായ താതാത്മ്യത്തിന്റെ സങ്കടങ്ങൾ അനുഭവപ്പെടില്ല. സമബുദ്ധിയൊക്കെ ഉണർന്നു വരും. സർവേശ്വര എന്ന ഭാവനയോടുകൂടി കർമ്മം ചെയ്താൽ അതാണ് ശുദ്ധി, രാഗദ്വേഷരഹിതാവസ്ഥ. അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ ജ്ഞാനപ്രാപ്തിക്ക് സഹായകമാവും. ഇങ്ങനെയാണ് ക്രമത്തിൽ കർമ്മയോഗ സമീപനം, യജ്ഞമായി കർമ്മം ചെയ്യുന്നതിൻ്റെ രീതി നമ്മെ മുക്തിയിലേക്ക് നയിക്കും. ഈ കാര്യമാണ് നാരദര് വസുദേവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പറയണു, പ്രബലങ്ങളായ നമ്മുടെ താല്പര്യങ്ങൾ ഏതൊക്കെയാണ്? വിത്തേഷണാം യജ്ഞദാനൈഹി ഗൃഹൈർദാരസുതേഷണാം ആത്മലോകേഷണം ദേവ കാലേന വിസൃജേത് ബുധഃ ഗ്രാമ്യേ ത്യക്തേഷണ സർവേ യയുർധീരസ്തപോവനം. സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് ഏഷണാത്രയങ്ങളിൽ നിന്ന് മുക്തി നേടി. ഏഷണ എന്ന് പറഞ്ഞാൽ കാമനകൾ. പ്രബലമായ കാമനകൾ ഏതൊക്കെയാണ്? വിത്തത്തിൽ, ധനത്തിൽ കാമനയുണ്ടാവും. അതുപോലെ ഗൃഹം, ധാര തുടങ്ങിയവയിൽ, കുടുംബ ബന്ധങ്ങളിലൊക്കെ താല്പര്യം ഉണ്ടാവും. പിന്നെയോ ആത്മലോകേഷണ, പ്രശസ്തിക്കും ഒക്കെ ആയിട്ടുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ജയിക്കണം. എങ്ങനെയാ ജയിക്കുക? ഇതൊക്കെ ജയിക്കുന്നത് അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട്, ഒപ്പം തന്നെ ശാസ്ത്ര വിഷയങ്ങളെ ശ്രവിച്ച് മനനം ചെയ്യുന്നത് കൊണ്ട്. ഇങ്ങനെ പക്വത ആർജിച്ചു പോകണം. വിത്തത്തെ ചുറ്റിപ്പറ്റിയുള്ള, കാശിനെ ചുറ്റിപ്പറ്റിയുള്ള ആവേശത്തെ ജയിക്കാൻ ധാരാളമായിട്ട് യജ്ഞദാനങ്ങളെ ചെയ്യാം. ചെലവുള്ള ഏർപ്പാടാണേ. അപ്പൊ കാശ് സങ്കോചം കൂടാതെ ചെലവഴിക്കുമ്പോൾ അതിലുള്ള താല്പര്യം പോകും. അപ്പൊ നന്നായിട്ട് ധാർമ്മികമായിട്ട് ധനം സമാഹരിക്കുക, യജ്ഞദാനാദികളിലൂടെ അത് ചെലവഴിക്കുക. അപ്പൊ അതിൻ്റെ ഒരു താല്പര്യം കുറഞ്ഞു കിട്ടും. ഒപ്പം തന്നെ അനുഭവങ്ങളെ പഠിക്കുകയും വേണം. എന്താണ് എനിക്ക് വേണ്ടത് എന്ന നിലയിൽ ആലോചിച്ച് വേണ്ടത് കിട്ടുന്നുണ്ടോ എന്ന് പരിചിന്തനം ചെയ്ത് മുന്നോട്ട് പോകണം. പക്വതയാർജിക്കുന്നു പറയും. ദാരസുതേഷണം, പുത്രേഷണയും അതുപോലെ ദാരേഷണയും ഒക്കെ കുടുംബ ജീവിതത്തിൽ വർത്തിച്ചുകൊണ്ട് അതിജീവിക്കണം. ആത്മലോകേഷണകളൊക്കെയോ അത് കാലക്രമം കൊണ്ട്, അറിവിന്റെ പക്വത കൊണ്ട് നേടേണ്ടതാണ്. അതിനെ ത്യജിക്കേണ്ടതാണ്. ഇങ്ങനെ ഗ്രാമ്യ ഏഷണകളെ മുഴുവൻ ത്യജിച്ച് പ്രാകൃതമായ ആവേശങ്ങളെയൊക്കെ ജയിച്ച് കാനനത്തിൽ പോയി തപസ്സനുഷ്ഠിക്കണം, ഹരിയെ സേവിക്കണം. ഇതാണ് ആഹ്വാനം. വസുദേവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. 3 കടങ്ങളോടെയാണ് നമ്മൾ ജനിക്കുന്നത്. ദേവഋണമുണ്ട്, ഋഷിഋണമുണ്ട്, പിതൃഋണമുണ്ട്. ദേവഋണത്തെ യജ്ഞം കൊണ്ടാണ് പരിഹരിക്കേണ്ടത്. അതുപോലെ അധ്യയനം കൊണ്ട് ഋഷിഋണവും, പിതൃഋണത്തെ പുത്ര ഉത്പാദനത്തിലൂടെയും അവരെ വേണ്ട രീതിയിൽ പരിചരിച്ചയക്കുന്നതിലൂടെയും. എന്നിട്ട് വസുദേവരോട് നാരദര് പറഞ്ഞു, അങ്ങ് 2 ഋണങ്ങൾ ഇതുവരെ വീട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാ? സാക്ഷാൽ ഭഗവാൻ
ശ്രീകൃഷ്ണൻ അങ്ങയുടെ പുത്രനായി പിറന്നതോടെ പിതൃഋണവും ഋഷിഋണവും അങ്ങ് വീട്ടിക്കഴിഞ്ഞു. ഇനി ദേവഋണത്തെ വീട്ടുന്നതിന് വേണ്ടി ഗംഭീരമായിട്ടുള്ള ഒരു യജ്ഞം ചെയ്യൂ എന്ന് ആഹ്വാനം ചെയ്തു. ഈ ആഹ്വാനം അനുസരിച്ച് വസുദേവര് അതിഗംഭീരമായ ഒരു യജ്ഞം സമന്തക തീർത്ഥത്തിൽ ചെയ്തു. സമന്ത പഞ്ചക തീർത്ഥത്തിൽ ചെയ്തു. അതിലും കൂടി പങ്കെടുത്തിട്ടാണ് എല്ലാവരും നാനാദേശങ്ങളിൽ നിന്ന് വന്നെത്തിയിട്ടുള്ള രാജാക്കന്മാരും ഋഷീശ്വരന്മാരും മറ്റ് ജനതതിയുമൊക്കെ ഇതിലൊക്കെ പങ്കെടുത്ത് സന്തുഷ്ടരായിട്ടാണ് തിരിച്ചുപോയത് എന്നാണ് ഈ കഥ അവസാനിക്കുന്നത്. സമന്ത പഞ്ചകം. എന്താ സന്ദേശം? ഒന്ന്, സകല രസങ്ങളും, ജീവിതത്തിൽ പല രസാനുഭൂതികളുണ്ട്, ഇവയൊക്കെ ഇവിടെ അനുവദിച്ചിരിക്കുന്നു. ഭാഗവതത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ദേഷ്യത്തിന് അവിടെ സ്ഥാനമുണ്ട്, സങ്കടത്തിന് സ്ഥാനമുണ്ട്, സന്തോഷത്തിന് സ്ഥാനമുണ്ട്. പക്ഷെ ഈ വികാരങ്ങളെയൊക്കെ ഉണർത്തി വളർത്തി പക്വമായ അവസ്ഥയിൽ എത്തിക്കുക എന്നത് സാഹിത്യധർമ്മമാണ്. അത് ഈ മഹത്തായ കൃതികളിലൂടെ സാധിക്കുന്നുണ്ട്. ഇതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ വികാര വിക്ഷുബ്ധിയിലേക്കല്ല പോവുക, സകല വികാരങ്ങളുടെയും ശാന്തിയിലേക്കാണ്. ഇവിടെ ഒരു ബന്ധു സമാഗമത്തിന്റെ കഥയാണ് പറഞ്ഞത്. ഈ ബന്ധു സമാഗമത്തിൽ തിന്നും കുടിച്ചും ബഹളം വെച്ചും നൃത്തമാടിയും ഒക്കെ അശാന്തരും അസ്വസ്ഥരുമായി പിരിഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. മറിച്ച് ഇവർ കൂടിയിരുന്ന് ഭഗവൻ മഹിമയെ പല പ്രകാരത്തിൽ ചർച്ച ചെയ്ത് ആ വിഷയത്തിൽ ഏവരും സംതൃപ്തരായി ഒരു ഗംഭീര യജ്ഞവും നിർവഹിച്ച് അതിൻ്റെ പ്രസാദവും ഏറ്റുവാങ്ങിയിട്ടാണ് എല്ലാവരും പിരിഞ്ഞു പോകുന്നത്. നമ്മുടെ ബന്ധുസമാഗമങ്ങളൊക്കെ സുഹൃത്ത് സമാഗമങ്ങളൊക്കെ ഈ തരത്തിൽ ആസൂത്രണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഏവരും അവരുടെ സാംസ്കാരിക ആധ്യാത്മിക അവബോധ പശ്ചാത്തലത്തിൽ നിന്ന് ഒരു പടി കൂടി ഉയരണം. അതിനനുഗുണമായ രീതിയിൽ ആസൂത്രണം ചെയ്യാൻ നമുക്ക് ഈ കഥ പ്രചോദനം നൽകട്ടെ. ഒപ്പം തന്നെ ഗോപികമാർക്ക് കിട്ടിയിട്ടുള്ള അധ്യാത്മ ശിക്ഷണം ആലോചനാമൃതമാണ്. പാഞ്ചാലി നടത്തിയിട്ടുള്ള മുഖാമുഖത്തിന്റെ സന്ദേശം ആത്മവിശകലനത്തിന് സഹായകമാണ്. നാരദരോട് വസുദേവര് ചോദിച്ച ചോദ്യം കർമ്മം കർമ്മമുക്തിക്ക് കാരണമാവില്ലല്ലോ, പിന്നെ എങ്ങനെ കർമാനുഷ്ഠാനത്തെ സാധിക്കണം? യജ്ഞാർത്ഥം ചെയ്താൽ കർമ്മമുക്തി ഉണ്ടാവും. ഋണങ്ങൾ വീട്ടുന്ന കാര്യത്തിൽ മനസ്സിരുത്തിക്കൊള്ളണം. ഈ പാഠങ്ങളൊക്കെ നമുക്ക് പ്രയോജനപ്പെടട്ടെ. ഒപ്പം തന്നെ ഇനിയുള്ള കുടുംബ സമാഗമങ്ങൾ, സുഹൃത്ത് സമാഗമങ്ങൾ, അതുപോലെ എല്ലാ സമാഗമങ്ങളിലും ശോഭന ചിന്തയോടെ ആസൂത്രണം നടത്താൻ നമുക്ക് സാധിക്കട്ടെ. ഇത്രയും കഥയോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഈ ഭാഷണം ഭഗവത്പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് മുമ്പിൽ സാദര പ്രണാമം.